പാറൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ കറിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ചുണ്ടയ്ക്ക എന്നൊക്കെ പറയുന്ന ഈ ഒരു ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കറിയുടെ റെസിപ്പി കാണാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ ചുണ്ടങ്ങ കറിയുടെ റെസിപ്പി കണ്ടാലോ. ഇതുവരെ ചുണ്ടങ്ങ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ ചുണ്ടങ്ങയുടെ പൂവ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം സമയമായതുകൊണ്ട് പൂവൊക്കെ വാടിപ്പോയിട്ടുണ്ട്. ഇതേപോലെ കൊലകളായിട്ടാണ് നമ്മുടെ ചുണ്ടങ്ങ ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറച്ച് അധികം തന്നെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സീസണിലായിട്ട് ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് നമുക്ക് ധാരാളം കിട്ടാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വാലറ്റത്തെ ഈ ഒരു സംഭവം നമ്മൾ എടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ വഴുതനങ്ങയുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഈ ചുണ്ടങ്ങ. അപ്പോൾ ഇതിന് നമ്മളിനി ഓരോന്നായിട്ട് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് കുത്തി എടുക്കണം. അതായത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ വിത്തുണ്ടല്ലോ, അതൊരു 3/4 ഭാഗത്തോളം ഒക്കെ കളഞ്ഞെടുക്കണം. പൂർണ്ണമായിട്ട് കളയണമെന്നില്ല. ഇതിന് കുറച്ച് കറ കൂടുതലായതുകൊണ്ട് നമ്മളിത് കളയുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ കറി ഒരു കയ്പ്പ് വരാനുള്ള സാധ്യതയുണ്ട്. കറി മാത്രമല്ല കേട്ടോ, ഇത് വെച്ച് തോരനും മീൻകറി പോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിതിലെ ഓരോ ചുണ്ടങ്ങകളും ഇതേപോലെ ഒന്ന് ഇടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇടിച്ചപ്പോൾ തന്നെ കാണാനുണ്ടല്ലോ, ഇതിൻ്റെ കറ ചെറുതായിട്ടൊരു കറുപ്പ് നിറം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിനെ വെള്ളത്തിലിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ മുഴുവൻ ചുണ്ടങ്ങിയും ഇതുപോലെ ഞാൻ ഇടിച്ചിട്ട് ഇതിൻ്റെ കറയൊക്കെ കളയുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ വിത്തുണ്ടല്ലോ, അത് നമ്മൾ കഴുകുമ്പോൾ തന്നെ നമ്മുടെ അടിയിലേക്ക് പോയിക്കോളും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ നോക്കിയേ, ഞാൻ മുഴുവൻ ഇട്ടപ്പോൾ തന്നെ ഇതിൻ്റെ നിറം ഇതേപോലെ കറുപ്പ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരു പ്രാവശ്യമല്ല കേട്ടോ, കുറച്ചധികം നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. എന്നാൽ മാത്രമാണ് ഇതിൻ്റെ കറി നമുക്ക് ടേസ്റ്റോട് കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഞെരടി ഞാൻ എടുക്കട്ടെ. ഇതേപോലെ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നമുക്കിതിൻ്റെ കുരു കിട്ടും കേട്ടോ. ഞാനൊരു 3-4 വെള്ളത്തിൽ ഒക്കെ കഴുകി എടുക്കുകയാണേ. ഇപ്പോൾ നമ്മുടെ വെള്ളം നോക്കി ഒരു നിറം വ്യത്യാസം വന്നിട്ടില്ലേ. കുറച്ച് നേരം കൂടെ വെള്ളത്തിൽ കിടക്കട്ടെ. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുത്താലോ ഈ സമയം കൊണ്ട്. അപ്പോൾ ഞാനൊരു 3/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തേങ്ങ തീയൽ പോലെയാണ് ഞങ്ങളിന്ന് കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തേങ്ങ കുറച്ചധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ തേങ്ങേനെ നമ്മളൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ചെറു തീയിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കുക. കൂടെ ഒരു 5-6 കറിവേപ്പിലേക്ക് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇട്ടു, നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. അപ്പോൾ അത്യാവശ്യം നമ്മുടെ തേങ്ങ ഒന്ന് വറന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ചെറുതീയിൽ അതും കൂടെ നമ്മളൊന്ന് വറുത്തെടുത്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ചുണ്ടങ്ങ ഒന്നും കൂടെ കഴുകിയിട്ട് വെള്ളം മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കറി അങ്ങോട്ട് ഉണ്ടാക്കി തുടങ്ങിയാലോ. അടുപ്പൊക്കെ നന്നായിട്ട് കത്തി വന്നിട്ടുണ്ട്. നമ്മളൊരു മൺചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. മൺചട്ടി വേണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു പാത്രത്തിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇനി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയായിരിക്കും കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ട് വന്നു. ആദ്യം തന്നെ നമ്മുടെ ചുണ്ടങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉള്ള എണ്ണയിലേക്ക് നമ്മുടെ ചുണ്ടങ്ങി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള മാത്രമല്ല, ഞാൻ ഒരു തക്കാളിയും ഒരു 2-3 മുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. സവാളയ്ക്ക് പകരം ചെറിയുള്ളി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചധികം ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയുള്ളി കയ്യിലില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ സവാള എടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും കൂടെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ചുണ്ടങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി കണ്ടോ, ഒരു ചെറിയ മഞ്ഞ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് തക്കാളിയും അതുപോലെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊന്നും നമ്മൾ നന്നായിട്ട് ഉടഞ്ഞു പോകണമെന്നൊന്നുമില്ല, നമ്മൾ കറിയാണല്ലോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാളൻപുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് എല്ലാം കൂടെ ചേർന്നിട്ട് ഇനി നമ്മുടെ ചുണ്ടങ്ങ ഇത് കടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ചുണ്ടങ്ങയ്ക്ക് അത്യാവശ്യം വേവുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റൊക്കെ ഞാൻ നന്നായിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെന്തിട്ടില്ലെങ്കിലും നമുക്കിത് കഴിക്കാൻ ഒരു രുചി ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരട്ടെ, നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ അരപ്പ് അരച്ചെടുത്താലോ. നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വറുക്കുന്ന സമയത്ത് ഉലുവ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ വറുത്ത് പൊടിച്ച ഉലുവ കയ്യിലുള്ളതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ചുണ്ടങ്ങ നമുക്കൊന്ന് നോക്കാം. അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ
നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പരുവത്തിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അരപ്പ് നമുക്ക് എത്രത്തോളം വേണം എന്നുള്ളത് നമ്മുടെ ഒരു കറിയുടെ തിക്നെസ്സിനനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ചിലവർ നല്ല ലൂസായിട്ടുള്ള കറിയായിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഞങ്ങൾ കുറച്ചൊരു തിക്കായിട്ടുള്ളതായിട്ടാണ് എടുക്കുന്നത്. എന്നിരുന്നാലും കുറച്ച് വെള്ളം ഇതുപോലെ പാത്രം ഒന്ന് കഴുകി ചെറുതായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ചുണ്ടങ്ങയിലേക്ക് ഇതിലത്തെ എരിവും ഒക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ച് ഇതൊന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദേ നോക്കിക്കേ, നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് ഒന്ന് ആവശ്യത്തിനുള്ള കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചുണ്ടങ്ങ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറിയൊരു സ്റ്റെപ്പും കൂടെ ബാക്കിയുള്ളൂ. ഇതൊന്ന് കടുക് വറുക്കണം. അപ്പോൾ കടുകും കറിവേപ്പിലയും അതുപോലെ ഉണക്കമുളകും ഒക്കെ നല്ല വെളിച്ചെണ്ണയിൽ എടുത്തിട്ട് നമ്മളിതാ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചുണ്ടങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും തയ്യാറാക്കി നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.